ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെച്ചാൽ ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ഒരു 4-5 മാങ്ങ നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മാങ്ങയിലേക്ക് ഒരു 1/2 സ്പൂണോളം വരുന്ന ഉപ്പ് ഇട്ടിട്ട് നമ്മൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറോളം നമ്മൾ അതവിടെ പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കുക ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പൊടി തയ്യാറാക്കാൻ പോവുകയാണ്. അതിൽ നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കടുക്, അതേപോലെ തന്നെ ഉലുവ, പിന്നെ കായം, ഈ 3 സാധനമാണ് നമുക്ക് മസ്റ്റായിട്ട് വേണ്ടത്. അപ്പോൾ അതൊക്കെ ഓരോരോ സ്പൂൺ വെച്ച് എടുത്തിട്ട് അത് ഞാൻ മിക്സിയിൽ വെച്ചിട്ട് അടിക്കുക ചെയ്യുന്ന ചെറിയൊരു ചൂടായതിന് ശേഷം. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൽ യൂസാക്കുന്ന എണ്ണയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസാക്കുന്നത്. പാൻ ചൂടായതിന് ശേഷം എണ്ണ നമ്മൾ കുറച്ചെടുക്കുകയാണ്. ഒരു 5 സ്പൂണോളം എണ്ണ എടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചീൻ്റെ ചുവ ഇഷ്ടമുള്ളവർക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പച്ചമുളക്, വെളുത്തുള്ളി, അതേപോലെ തന്നെ കറിവേപ്പില, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് അത് നല്ലോണം ആയി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു 5-6 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പാകത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക, കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. ആൻഡ് ലാസ്റ്റ് നമ്മൾ എത്ര വെള്ളമാണോ ആവശ്യമുള്ളത് അത്രയും ചൂടുവെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് തള വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കുറച്ച് സുർക്ക ഇട്ട് കൊടുക്കുക. പിന്നെ ഈ മാങ്ങയൊക്കെ കൂടി നമ്മൾ അതിലേക്ക് തട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ല മിക്സ് ചെയ്യുക. ഉപ്പ് വേണോ നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മുടെ മാങ്ങ അച്ചാർ പറയുന്നത്. അപ്പോൾ നമുക്ക് കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു മാങ്ങ അച്ചാറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.